എങ്ങനെയാണെങ്കിലും ഒരു മിനിറ്റ് ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മളെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കണ പോലെയാണ് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും വരാറുള്ളത്. നമ്മൾ എങ്ങനെയാണ് അത് കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് എല്ലാ പോസിറ്റീവും നെഗറ്റീവും വരുന്നത്. മനസ്സിലായല്ലോ? അത് വെച്ചിട്ട് എല്ലാരും ഒരേ കോല് കൊണ്ട് അളക്കാൻ നിൽക്കരുത്. അതും കൂടി ഈ മനസ്സിലാക്കിക്കോ. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. റിയാസ് ബ്രോ പറഞ്ഞത് ശരിയാണ്. ലൈവ് സ്ട്രീമിംഗ് മറ്റുള്ള എല്ലാത്തിലും നമുക്ക് ചെയ്തിട്ട് വിട്ട് കളയാം. അത് ലൈവ് കഴിഞ്ഞ് അത് അവിടെ കഴിഞ്ഞു. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഒരു ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കും, നമ്മളും തിരിച്ച് മെസ്സേജ് അയക്കും. പിന്നെ അത് പ്രശ്നമാവും. പിന്നെ കുടുംബം കളരും, കുടുംബം കലങ്ങും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവിൽ കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. അത് അവിടെ എന്താ പറയാ, അവിടെ ഇട്ട് പോവാൻ നോക്കുക. അല്ലേ നിങ്ങൾ നമുക്ക് പേഴ്സണലി ഒരാളോട് നമ്മളിപ്പോ ടൈമോട്ട് അടിച്ച് വിട്ട ദേഷ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല. അവർക്ക് നമ്മളവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി, എത്ര ഉള്ളൂ ഞങ്ങൾക്ക് തോന്നുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നോക്കാനുള്ള സമയമുണ്ട്. പക്ഷെ അറിഞ്ഞും കൊണ്ട് ഒരാളും ഒരു കുഴിയിലും പോയി വികരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഫിദ പറയുന്നത്. ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ടൊന്നുമില്ല, അവള് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ സംസാരിച്ചെന്ന് മാത്രം. അല്ലാതെ ഇപ്പൊ നിങ്ങളിപ്പോ നിങ്ങളെ ലൈവാണ്, നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലും വിട്ടാലോ ഞമ്മക്കൊരു പ്രശ്നം ഒരു പുല്ലും വരാൻ പോണില്ല. അത് ശരിയാണ് റിയാസ് ബ്രോ, നിങ്ങൾ പറഞ്ഞ പരമാർത്ഥത്തിൽ സത്യമാണ്. നിങ്ങൾ കുറ്റം പറഞ്ഞൊന്നല്ല, ഞമ്മക്ക് മനസ്സിലാവും. പക്ഷെ ഈ കുട്ടിയുടെ ലൈവില് ഞങ്ങൾ പോയ സമയത്ത് ഞാൻ ആകെ അന്തപുട്ടി, എന്താ പ്രതീക്ഷിച്ചിട്ട് ആ കുട്ടി മെസ്സേജ് കാണുന്നതിന് മുന്നേ തന്നെ നമ്മളൊക്കെ ടൈമൗട്ട് അടിച്ച് വിടുക, ഹൈഡാക്കി വിടുക. അതെ, 50 ഹൈഡ് മതി അക്കൗണ്ട്, നമ്മളെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോവാന്. അത് നിങ്ങൾ മനസ്സിലാവണം. നമ്മളെ ക്യൂട്ട് ബോയ്ക്ക് വരെ അമ്മാതിരി വിവരമുണ്ട് ഇവിടെ. അതൊക്കെ ഇതാ രണ്ടിനെയും മൂക്കിന് പിടിച്ച് കുത്തു ഒഴിവാക്ക. എടാ അതല്ലടാ, നമ്മളെന്താണോ, നമ്മളൊരു പെൺകുട്ടിയാണ്. അപ്പൊ നമ്മള് അതിനനുസരിച്ചിട്ട് ഒരാളൊന്നിലും പോയി ചാടരുതിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ആ കുട്ടിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടിക്ക് നമ്മള് മെസ്സേജ് ചെയ്ത് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മള് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ലതിൽ ഒരു ഇതുള്ളതല്ലേ. നമ്മൾ ഈ ഇതിൽ വരുന്ന ആൾക്കാർ പല ടൈപ്പിലും പല മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്, മനുഷ്യന്മാരാണ്. സൈക്കോകൾ ഉണ്ടാവും ചിലപ്പോ. മനുഷ്യന്മാരാണ്, സൈക്കോകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓൽക്കിപ്പോ ഒരു കുടുംബം തകർന്നിച്ചിട്ട് വല്ലതൊന്നും നഷ്ടപ്പെടാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ പോയ ആൾക്കാർക്കാണ് പോവാ. 50 ഹൈഡ് മതി ചാനൽ പോകാൻ വേണ്ടിക്ക്. ഇത്രയും ഒരു 1000 2000 ഒക്കെ നമുക്ക് ചെറിയ ചെറിയ കണക്കേക്കണം. പക്ഷെ ഈ 1000 2000 സബ്സ്ക്രൈബ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പണി എത്രയെന്ന് അറിയോ? അത് അത്രക്കും എഫേർട്ട് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ പറയണത്, അല്ലാതെ ആരോടും ദേഷ്യം കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല. ആ അക്കൗണ്ട് ഒന്ന് അയക്ക് താത്ത, ഞാൻ നോക്കട്ടെ. നീ പെൺകുട്ടിയാണോ? അറിഞ്ഞത് സന്തോഷം. കുടിക്കാൻ ലൈവ് ചെയ്യുന്നവർ തന്നെ 6-ാം നൂറ്റാണ്ടായാലും എന്താ ചെയ്യാനോ? 6-ാം നൂറ്റാണ്ട് മന്ത്രിച്ചൂടാ. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഏത് മോഡറേറ്റർ ആണ് അങ്ങനെ ചെയ്തത് എന്നൊന്നും പറയുന്നില്ല ടെർബോ. പണ്ട് എന്റെ ചാനലില് അതേപോലെ തന്നെ നമ്മളെ ചാനൽ എന്ന നിലയിലാണുള്ളത്. ചാനലടാ, നമ്മളിപ്പോ ആരും വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ തെറ്റായിട്ടുള്ള ഒരു സന്തോഷമോ, നമ്മളൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ. റെഡ് മഫ്ത ഇട്ട ലേഡിയാണ്, പാവമാണ്, നമ്മുടെ ചങ്കാണെന്ന് എന്നോട് പറയാൻ ആരാണ്? പറയണം ആരാണ്, നിനക്ക് വിട്ടുപോയി. എന്നിട്ട് എനിക്ക് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണേടാ കുരിപ്പേ. ചുവി, ഞാൻ വിചാരിച്ചു നീ ഈ പാവങ്ങളെ മറന്നു എന്ന്. അത് ആയിക്കോട്ടെ റൂയ, നമുക്ക് 6-ാം നൂറ്റാണ്ട് മദ്രസയിലെ പൊട്ടന്മാരൊക്കെ നമുക്ക് ഒഴിവാക്കാട്ടോ, പേടിക്കണ്ട. ആരാ അങ്ങനെ ചെയ്തത്? എന്തെങ്കിലും മദ്രസ പൊട്ടനായിരിക്കണം. എന്റെ ബധുവിനെ വേദനിപ്പിച്ച് ഇവിടെ ആരും ജീവിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ നല്ല രീതിയിൽ പ്രപ്പോസ് ചെയ്ത് സ്ട്രീമിങ് ചെയ്യണം. എന്തിനാണ് എല്ലാരും നല്ലപോലെ നിങ്ങൾ അടിപൊളിയായിട്ട് നമ്മള് ഫ്രണ്ട്ഷിപ്പ്, നമ്മളിപ്പോ ഇനിയിപ്പോ ആരാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ലെവൽ കീപ്പ് ചെയ്ത് പോവാ. അത്ര ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈവ് കഴിഞ്ഞത് ഇവിടെ തന്നെ കഴിയണം. നല്ല പ്രശ്ന ലൈവ് കഴിഞ്ഞാൽ സെർച്ച് നഫീസായ. ഓക്കെടാ, ഞങ്ങൾ നോക്കിക്കോളാം. അത് ഫിദ ഹായ് എന്ന് പറയുന്നുണ്ട്. ബാപ്പി എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ട്. കള്ളൻ, എനിക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നടാ, അതാണ് കുറെ ആയി ലൈവിൽ വരാൻ. ഓക്കെ കുഴപ്പമില്ല കേട്ടോ. എല്ലാരും നന്നായിട്ടൊക്കെ പഠിക്കട്ടോ. 1 മണിയായി. എന്താ ഇതവിടെ? അത് കഴിഞ്ഞിട്ടതാ, വേറൊന്നല്ല.